ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഉച്ചയൂണ് ഇവനുണ്ട് കാരണം നമ്മുടെ കോവക്കയാണ്. അപ്പോൾ ഞാൻ ഒരു കോവക്കനെ നാലായിട്ട് പിളർത്തത് ഇതുപോലെ ഏകദേശം ഇത്രയും നല്ല നേർപ്പിച്ചരിഞ്ഞിട്ട് അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പും അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് ഒന്നൊരു 10 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനിങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടോ. അങ്ങനെ ഒത്തിരി വലിയ ഫ്രൈ എന്നല്ല, എണ്ണ ഇട്ടിട്ട് ഞാനിങ്ങനെ 2 സൈഡും മറിച്ചിട്ട് ഇങ്ങനെ മുരിച്ചെടുത്തിട്ടുണ്ട്. നല്ല കിടക്കാച്ച ടേസ്റ്റാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിൻ്റെ ഒപ്പം നല്ല ഉള്ളി മുളക് ചമ്മന്തി ഉണ്ട് കേട്ടോ, അത് കാന്താരി മുളകിട്ട ചമ്മന്തിയാണ്. പിന്നെ മുട്ട ചിക്കി പിന്നെ നമ്മുടെ മോരുണ്ട് കേട്ടോ. അപ്പോൾ മോരിങ്ങനെ കാന്താരി മുളക് ഉള്ളിയും ചതച്ചിട്ട് മോരും ഈ ഒരു ഫ്രൈയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ടിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ കോവക്കയ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കിടക്കാച്ച ഞാൻ വെറുതെ പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ വായിൽ നിന്ന് പോയിട്ടില്ല, അത്ര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മമ്മിയുടെ സ്പെഷ്യൽ മാങ്ങാച്ചാറുണ്ട്, അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് തന്നിട്ടാണ് കേട്ടോ മാങ്ങാച്ചാർ. അതുകൊണ്ടായിരുന്നു എൻ്റെ ഇന്നത്തെ ഊണ് ഗംഭീരമായിരുന്നു, ഇനി വേറെ ഒന്നും വേണ്ട, അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ വെറുതെ പറയില്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കോവക്കയ്ക്ക് ഇത്രയും ടേസ്റ്റ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ്.